ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാമാണ് അതിനകത്ത് പ്രധാനമായിട്ട് നടക്കുന്നതെങ്കിലും പക്ഷെ അതിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേസും ഉറപ്പായിട്ടും ഉണ്ടല്ലോ. അതായത് അതിൽ നിന്ന് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലും മാറ്റം വരുത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഷോയിലും അതിലെ ഓരോ മത്സരാർത്ഥികളുടെ ജീവിതത്തിലും ഉറപ്പായിട്ട് നടക്കുന്നുണ്ട്. അപ്പോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ടേക്ക് അവേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന രണ്ടാൾക്കാർ, അതായത് ഷാനവാസ് അനുമോൾ, രണ്ടുപേരും ഓൾറെഡി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അപ്പൊ ഇവരെന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഇവർക്ക് എതിരെയും ഇവരെ സപ്പോർട്ട് ചെയ്തും എല്ലാം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ആയിക്കോട്ടെ ട്രോൾസുകൾ ആയിക്കോട്ടെ അത്തരത്തിൽ നമുക്ക് നിറഞ്ഞതിനെ കാണാവുന്നതാണ്. പ്രത്യേകിച്ച് അനുമോളുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ അനുമോൾ ഒരു വിന്നർ ആയിരുന്നു. പക്ഷെ അനുമോൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ഹെയ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് ഒരു PR സപ്പോർട്ട് കൊണ്ട് മാത്രം ജയിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ട് പുറത്തുള്ള ആൾക്കാരല്ല, ഈ ബിഗ് ബോസ് ഹൗസിലെ തന്നെ മത്സരിച്ച് പുറത്തിറങ്ങിയ പല ആൾക്കാരും ഒരുപാട് ഇന്റർവ്യൂസിലും മറ്റേ ഓടി നടന്ന് സംസാരിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷെ അനുമോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷാനവാസിനെതിരാണെങ്കിൽ പോലും ഒരുപാട് ഹെയ്റ്റ് എന്തെല്ലാം നടക്കുന്നുണ്ടല്ലോ. അതായത് ആളുടെ ഒരു ഷോയിൽ അദ്ദേഹം ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷവും ഷാനവാസ് അങ്ങനെ അധികം ആൾക്കാരുമായിട്ട് ഒരു ഇന്ററാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറച്ചധികം ഒതുങ്ങിക്കൂടുകയും. എന്നാൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് ഹീറ്റ് അദ്ദേഹത്തിനെതിരെ വന്ന സമയം അദ്ദേഹം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അതായത് നമുക്ക് കാണാവുന്നതാണ് പല ആൾക്കാരും ഇത്തരത്തിൽ ചെറിയൊരു കമന്റോ അല്ലെങ്കിൽ ചെറിയൊരു മെസ്സേജോ അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ പോലും അതിനെതിരെ പൊട്ടിത്തെറിക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോയിൽ പോലും കണ്ട് ഹേർട്ടായി ഈ പറയുന്ന യൂട്യൂബർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്ന, പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന മത്സരാർത്ഥികൾ വരെ ഈ സീസൺ 7 നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെയധികം പക്വതയോട് തന്നെ പെരുമാറി, അല്ലെങ്കിൽ ഈ പറയുന്ന ഹെയ്റ്റിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത രണ്ടാൾക്കാർ തന്നെയാണ് ഈ അനുമോളും ഷാനവാസും പറയാതിരിക്കാൻ വയ്യ. കാര്യം ഇവർക്ക് രണ്ടുപേർക്കും പൊട്ടിത്തെറിക്കാനുള്ള സ്പേസ് ഉണ്ടാവുന്ന വെച്ചാൽ ഉറപ്പായിട്ടും ഉണ്ടാവും. കാര്യം ഇവർക്കെതിരെ നടന്ന ഹെയ്റ്റ് ആയിക്കോട്ടെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടാണ് ഒരുപാടാറുന്നു. അപ്പൊ ഉറപ്പായിട്ടും ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള ഇതിൽ പൊട്ടിത്തെറിക്കാനുള്ള എല്ലാവിധ സാധ്യതകളോടുണ്ട്. പക്ഷെ ഇവർ രണ്ടൊരു കേസ് നോക്കി കഴിഞ്ഞാൽ ഇവർ രണ്ടൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിജയവും പരാജയവും എല്ലാം ഒരുപാട് കണ്ടു വളർന്നുള്ളവരായതുകൊണ്ട് തന്നെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. അതേസമയം ഇപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഷോയിലൂടെ ഇത്രയധികം ഓഡിയൻസിനെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു റീച്ച് കിട്ടിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ധാരണയില്ലാത്ത ആ ഒരു അവസ്ഥയാണ് നമുക്ക് അവരിൽ കാണാൻ പറ്റുന്നത്. കാര്യം അവർക്ക് ഇത് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ അവരൊരു വശം എങ്ങനെ ക്ലിയർ ചെയ്യണം എന്നവർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓടി നടന്ന എല്ലായിടത്തും പ്രതികരിക്കുകയും ഫോൺ വിളിക്കുകയും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുകയും അങ്ങനെ എല്ലാ രീതിയിലും അവർക്കെതിരെയുള്ള ഒരു ഹെയ്റ്റ് മാറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും അത് വളരെയധികം പക്വതയോട് മാറ്റുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതായത് ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും അതിനെ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരുടെ ചോദ്യത്തിനും അല്ലെങ്കിൽ എല്ലാ വീഡിയോസിനും ഒന്നും നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കൊടുക്കാൻ നടന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും ഇമേജ് താഴോട്ട് പോയതാണ് നമുക്ക് ഇന്നലെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 പല മത്സരാർത്ഥികളുടെ ലൈഫിൽ സംഭവിച്ചത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഷാനവാസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അനുമോളുടെ ആയിക്കോട്ടെ, ഇവരൊരു ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അനുമോളുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ പേഴ്സണലി അനുമോളുടെ ഒരു ഗെയിംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിച്ചു കൂടിയ പല കാര്യങ്ങളും പേഴ്സണലി എനിക്ക് കണക്ട് ആയിട്ടില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മറ്റ് മത്സരാർത്ഥികൾ പല ആൾക്കാരും ബിഗ് ബോസിന് പുറത്ത് എന്താണ് കാണിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ അനുമോൾ ആ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അനുമോൾക്കെതിരെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഹെയ്റ്റിനെയൊക്കെ അനുമോൾ എത്ര പക്വതയോട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി റെസ്പെക്ട് തോന്നുക, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം മത്സരാർത്ഥികൾ. അതായത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരു ഗെയിമറും അതേസമയം പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ സാധിക്കണം. അതായത് അകത്തുള്ള ഒരു ഗെയിമിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ ശേഷം നമ്മളെ വേറെ ഗെയിംസിലേക്ക് കടക്കുകയല്ല വേണ്ടത്. അത് ഗെയിമായിരുന്നു, അതിനകത്തുള്ള ഒരു പരാജയമാണെങ്കിൽ പരാജയം അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അത് ഇനി വരാനിരിക്കുന്ന സീസൺസിലുള്ള മത്സരാർത്ഥികളാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെ പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു കാര്യം തന്നെയാണ്.